ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നത്. നല്ല രീതിയിൽ തണുത്ത കാറ്റും അതേപോലത്തെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു കാലാവസ്ഥ. തണുപ്പ് ഇരിക്കുന്ന ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തണുത്ത കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ എന്താണെന്നല്ല, നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നമുക്ക് കുറേ ആയിട്ട് ഒരേ അക്കൗണ്ടിൽ തന്നെ ഒരുപാട് വട്ടം നമ്മുടെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് വീഡിയോ എന്നല്ലേ, ഫ്ലോർ ക്ലീനിങ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതൊരു വ്ലോഗ് ചെയ്യണോ വേണ്ടതൊക്കെ ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചതാണ്. കാരണം അത് ഒരു വ്ലോഗായിട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു, വേണോ വേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും ചെയ്യാതെ ഞാൻ ചെറിയ രീതിയിൽ ചാറ്റിൽ മഴ ഇപ്പോൾ കാറ്റ് വീശുന്നവർ നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ചാറ്റിൽ ഇങ്ങനെ നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല തണുപ്പൂടിയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആ ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലോർ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അതായത് ഫ്ലോർ ക്ലീനിങ് വ്ലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഫ്ലോർ നന്നായിട്ട് അടിച്ചിടാട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് എന്നെ ചതിച്ചു കാണാൻ തോന്നുന്നത്, ഞാൻ ഫ്ലോർ ക്ലീനിങ് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണിയായത് എടുത്ത് വന്നപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് തണുപ്പും അതേപോലെ തന്നെ നല്ല രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂടി കെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുന്നറിയില്ല. അപ്പൊ എന്തായാലും നോക്കാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറണ്ട് വരുമോന്ന്. അങ്ങനെ ഇതാ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു വരാം നന്നായിട്ട് തന്നെ. എപ്പോഴും ഞാൻ അടിച്ചു വാരിയതിന് ശേഷമാണ് തുടയ്ക്കാറ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, അറിയില്ല. അപ്പൊ അങ്ങനെ അടിച്ചു വാരിയതിന് ശേഷം നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അധികം അങ്ങനെയൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. മൊക്കും മൂലയൊക്കെ നന്നായി തന്നെ തൂത്തെടുക്കണേ. എന്നും അടിച്ചു തുടച്ചിടാറുള്ളത് തന്നെ നമുക്ക് അധികമൊന്നും ഇല്ല പൊടിയും കാര്യങ്ങളും, എന്നാലും ഇത് കുറച്ചൊക്കെ. അപ്പൊ ഇതാ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മളിപ്പോ അടിച്ചതിന് ശേഷം ഞാൻ ഇനി ഇത് നമ്മുടെ സോഫ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് മാറ്റിയിട്ട് അടിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ ഒരു സോഫ മാറ്റുമ്പോ അതിന്റെ അടിയിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ സോഫ ഇന്നും മാറ്റി അടിക്കാറില്ല. ഞാൻ അടിച്ചിട്ടൊരു 3 സെക്കൻഡ് സോഫ മാറ്റിയിട്ട് അടിക്കാറുള്ളത്. കാരണം വേറെ ഒന്നും വെയിറ്റ് ഇത് വലിച്ച് നീക്കുന്നത് കുറച്ച് പാടാണ്. നമ്മുടെ ഇവിടെ കാണാൻ ആ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ നമ്മുടെ ഈ ഒരു സോഫയുടെ അടിയിൽ. നമുക്ക് പെൻസില് മുതൽ പിന്നെ അവരെ കളിപ്പാട്ടം വരെ എല്ലാം ഉണ്ട്, ചാർജറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ആവണിക്കുട്ടി എണീച്ചിട്ട് ചെറുതായിട്ട് വെച്ച് ഇടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമായിട്ടും എണീച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അവളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചായിരുന്നു. ഇപ്പോൾ അവളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ചിണുങ്ങുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ കൂടെ പോരും. പിന്നെ ഈ ഒരു പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മള് സോഫയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് നീക്കി ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നീക്കിയിട്ട് അടിക്കാറില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അടിഭാഗം, അപ്പൊ അതിൽ കൂടി ചുരുട്ടിട്ട് എന്നും അടിച്ചെടുക്കാറുണ്ട്. എന്നാലും നീക്കി ഇടുമ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വൃത്തിയാവുകയുള്ളൂ. മാത്രമല്ല എന്തിനെ കൈൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് പുറത്ത് ഇറങ്ങി നീക്കിയിട്ട് അടിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ അടിയിലിങ്ങനെ ഭംഗി നിൽക്കും. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ബാക്കി പോർഷനും കൂടി നന്നായിട്ട് അടിച്ചു വരട്ടെ. നമ്മള് അടിച്ചു വാരി കഴിയാനായിട്ടുണ്ട്. അപ്പൊ റൂമൊക്കെ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ടു. അതൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഹാളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതെല്ലാം ഞാനൊരു ബാക്കി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കൈയോടൊന്ന് വാരിയെടുക്കാം അതിലേക്ക്. അടിച്ചു വാരി കൂടി നമുക്ക് കളയാം.
എന്നും അടിച്ചു വാരി തുടച്ചിടാറുള്ള കൂടിയാണ്. അതിന്റെ ഇടയ്ക്ക് ആവണിക്കുട്ടി നല്ല ഉറക്കായിരുന്നു. അപ്പൊ അവള് ഉറങ്ങുന്ന ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു ടൈമിൽ ആവണിക്കുട്ടി എണീച്ചത് ഇങ്ങനെ നടക്കണ്ടേ. അപ്പൊ ഇപ്പൊ നടക്കാൻ തുടങ്ങിയപ്പോ ആള് ഫുൾ ടൈം നടക്കുന്നത് തന്നെയാണ്. ഭയങ്കര സന്തോഷം അവൾക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടിച്ചുവാരല് ഫുള്ളായിട്ട് തന്നെ തീർന്നിട്ടുണ്ട്. അപ്പൊ അടിച്ചുവാരല് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ അടുത്തൊരു ഘട്ടം പറയുന്നത് വെള്ളം പിടിച്ച് നമുക്ക് നന്നായി തുടയ്ക്കാനുണ്ട്. അപ്പൊ എന്താണ് ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടിയാണ് ബക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് കുറച്ചൊന്ന് വെള്ളം നിറയട്ടെ. ഓൾറെഡി ഞാനിവിടെ 2 വട്ടമാണ് തുടയ്ക്കാറുള്ളത്, രാവിലെയും വൈകിട്ടും തുടയ്ക്കാറ്. പിന്നെ എന്തെങ്കിലും ഒരു ചാൻസ്, അതായത് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി തിരക്കുകളൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ തുടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം തുടയ്ക്കും. എന്തായാലും നമ്മൾ ഒരു നേരം നിർബന്ധമായിട്ട് തുടയ്ക്കിട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇവിടെ 1/2 ബക്കറ്റ് വെള്ളമാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ലോഷൻ ഇട്ടിട്ടാണ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ലോഷൻ ഇട്ടിട്ട് തുടയ്ക്കാൻ. കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെറ്റോളാണ്. അപ്പോൾ നമ്മുടെ ഡെറ്റോൾ ഇപ്പോൾ തീർന്നു പോയിരിക്കണം. അപ്പോൾ ഡെറ്റോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്താ ലൈസോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈസോളും ഇട്ട് തുടയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പുൽത്തേലുണ്ടല്ലോ, അപ്പോൾ പുൽത്തേലൊക്കെ ഇട്ട് തുടയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഈച്ചയോ അങ്ങനെ എന്തെങ്കിലും കൊതുകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് നമുക്ക് വീടൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തത് ലൈസോളാണ്. അപ്പോൾ ലൈസോൾ ആണെങ്കിലും അടിപൊളി തന്നെയാണ്. അപ്പോൾ 99% ബാക്ടീരിയ വൈറസിനൊക്കെ കില്ല് ചെയ്യാനുള്ള ഹെൽപ്പ് ഉണ്ടെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും യൂസ് ചെയ്തിട്ട് അടിപൊളി തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓൾ ഇൻ വൺ ആക്ഷനാണ്. അപ്പോൾ തന്നെ ഒരുപാട് യൂസസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്ലോറ് നന്നായിട്ട് ക്ലീൻ ആവാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ് തന്നെയാണ്. അതായത് നല്ല സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു ലൈസോളുടെ ഫ്ലോർ ക്ലീനർ. അപ്പോൾ റോസാപ്പൂ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പകുതി ആവാനായിട്ടുണ്ട്. റോസാപ്പൂവിൻ്റെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലൊരു മണം തന്നെയാണ് ആ ഒരു റോസാപ്പൂവിൻ്റെ. അപ്പം പിന്നെ നമുക്ക് തുടപ്പിയൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലോഷൻ എല്ലാവരുടെയും വെള്ളത്തിൻ്റെ എല്ലാവരുടെയും എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൊണ്ടുപോയിട്ട് തുടയ്ക്കാം. അപ്പൊ നന്നായിട്ട് നമ്മുടെ തുടപ്പയൊക്കെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പിഴിയുന്നുണ്ട്. കാരണം ആ ഒരു വെള്ളത്തോടെ തന്നെ അങ്ങ് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ ഉണങ്ങി കിട്ടാനും പാടായിരിക്കും, ചെളിയും പെട്ടെന്നൊന്നും പോകില്ല. ആ ഒരു വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം. എപ്പോഴും എന്തെങ്കിലും ഒരു ലോഷൻ ഇട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തറയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവുമേ. നമ്മൾ വെറുതെ വെള്ളം ഇട്ട് തുടയ്ക്കുന്നതിന് ഭേദം ഡെറ്റോളാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് നല്ലതാണേ. വാവി ഉള്ളത് കൊണ്ട് തന്നെ ഡെറ്റോൾ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കംഫർട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോ സോഫയൊക്കെ നീക്കിയിട്ടിരിക്കുകയാണല്ലോ, ഉള്ളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ തുടയ്ക്കലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സോഫ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കിയോട് നന്നായിട്ട് തുടച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു കോണുണ്ട്, ഈ ഒരു കോണ് നമുക്ക് ഇതുപോലെ ഈ തുടക്കയുടെ കുറച്ചൊരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടാക്കാം. അപ്പൊ ഈ കോണാണ് നമുക്ക് ക്ലീൻ ആക്കുന്ന ടൈമില് അവിടെ എത്തില്ലെന്ന് നമുക്കൊരു ഡൗട്ട് വരും. അത് നന്നായിട്ട് തുടച്ച് വരുമ്പോഴേ ബാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആവും. അങ്ങനെ നമ്മുടെ തുടക്കലൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോഫ നമുക്ക് നേരെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഉണങ്ങുന്നതേ ഉള്ളേ നമ്മുടെ തുറച്ചത്. ഫാൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നു. ഫാൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സോഫയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ പഴയ ലെവലിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഇടാറുണ്ട്. കുറേ ദിവസം നമുക്ക് ഒരേപോലെ ഇടുമ്പോൾ ഒരു ബോറടിച്ചിട്ട് നമ്മൾ വേറെ രീതിയിൽ ഇടാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പഴയ രീതിയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ എല്ലാവരും തുടങ്ങി കളിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും കാണിച്ചത് നിങ്ങളെ ബോറടിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതുകയാണെങ്കിൽ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചത്. അത് നമുക്ക് അതിന്റെ ഇടയ്ക്ക് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ കൊറിയർ എന്താ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പൊട്ടിച്ചിട്ടില്ല. എന്താ സംഭവം എനിക്ക് ഓൾറെഡി അറിയാം. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇതാ ഇപ്പൊ വന്നിട്ടേ ഉള്ളേ കൊറിയർ. ഏതാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടേ നമ്മുടെ കൊറിയർ എന്താണെന്ന് നോക്കാം ഉള്ളിലുള്ളത്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. ചില സമയത്തൊക്കെ ഞാൻ ഓരോരുത്തരൊക്കെ പറഞ്ഞു തരുന്നിട്ട് ഓർഡർ ചെയ്തതിന്റെ
വേറെ എന്തൊക്കെയോ ആണ് നമ്മൾ ഓർഡർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു സാധനം എല്ലാം വന്നതൊക്കെ. എന്തായാലും നമുക്ക് ഇതുവരെ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ടേബിൾ ഷീറ്റ് ആണേ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇതാ ഞാൻ ഓർഡർ ചെയ്ത അതേ സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. ആ പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആണ്, കളറാണെങ്കിലും ഒക്കെ. അപ്പൊ ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് ഓർഡർ ചെയ്തത് ഞാൻ നമുക്കിവിടെ ഓൾറെഡി ഒരു ടേബിൾ ഷീറ്റ് ഉണ്ട്. അപ്പൊ അത് കുറേ ആയി വാങ്ങിയിട്ട്. അപ്പൊ അത് കുറച്ചൊന്ന് ഡാമേജ് ആയി തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണേ. വെള്ളമൊക്കെ ആയാലും ഇതിന്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല. നമുക്ക് കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ വെള്ളമൊക്കെ. അങ്ങനെ തുണിയുടെ അല്ല, ഇത് ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പഴയ ആ ഒരു ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പുതിയ ഷീറ്റ് ഒന്ന് അവിടെ വിരിച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ആശാൻ പോയിട്ടില്ല കേട്ടോ. ആശാൻ ഇവിടെ നന്നായിട്ട് തന്നെ പെയ്ത് തകർക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ചെറിയൊരു ചാറ്റിലാണെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ആ ഒരു ചാറ്റൽ മഴ കുറച്ചുകൂടി തുള്ളിയൊക്കെ കുറച്ച് കനത്തിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തന്നെ മഴയൊക്കെ അവിടെ ഇരുന്ന് പെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരു വ്ളോഗാക്കി ചെയ്യാൻ കാരണം വേറെ ഒന്നും അത്രയും നമുക്ക് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.